നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ദുരിതപ്പെയ്ത്തിൽ വ്യാപക നാശനഷ്ടം. കനത്ത മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറി. മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലും നാശനഷ്ടങ്ങൾ. ചെങ്ങാലൂരിൽ റോഡിലേക്ക് മരം വീണു. ആമ്പല്ലൂർ കല്ലൂർ റോഡിലെ മരണക്കുഴികൾ വാപിളർന്നിട്ട് നാളേറെയായി. അപകടത്തിൽപ്പെടുന്നവരും അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നവരും നിരവധി. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഒറ്റയടിക്ക് 720 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 55,000-ലേക്ക് എത്തി. വാർത്തകൾ വിശദമായി. കനത്ത മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറി. പറപ്പൂക്കര പഞ്ചായത്തിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. നെടുമ്പാൾ തീരദേശം, ജൂബിലി നഗർ, തൊട്ടിപ്പാൾ, മാടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. 6 പേരെ തൊട്ടിപ്പാൾ KSUP സ്കൂളിലെ ക്യാമ്പിലേക്കും 9 പേരെ പന്തല്ലൂർ ജനത UP സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. ഇരിങ്ങാലക്കുട തഹസിൽദാർ C നാരായണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ MV വേണുഗോപാൽ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, തൊട്ടിപ്പാൾ വില്ലേജ് ഓഫീസർ പ്രീതി സതീശൻ, SVO PK പ്രവീൺ, VFO V വിശ്വകുമാർ, വാർഡംഗം ഷീബ എന്നിവർ വെള്ളപ്പൊക്ക പ്രദേശങ്ങളും ക്യാമ്പും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വില്ലേജ് അധികൃതരുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. കനത്ത മഴയിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നിരവധിയിടങ്ങളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു. വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു. കോപ്ലിപ്പാടത്ത് വീട്ടുമതിൽ ഇടിഞ്ഞു വീണു. കോപ്ലിപ്പാടം കൈതാരത്ത് ഫെൽവിന്റെ വീടിനോട് ചേർന്നുള്ള സംരക്ഷണ മതിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം നിലംപൊത്തിയത്. ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച ഉച്ചയിലെ മഴയിൽ മേനൊടിയിൽ പുതുശ്ശേരി രാജുവിന്റെ വീടിന്റെ പുറകുവശം ഭാഗികമായി തകർന്നു. ആർക്കും പരിക്കില്ല. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം പ്രസിഡന്റ് അശ്വതി വിബിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഫോറസ്റ്റ്, പോലീസ്, PWD, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, KSEB, ആരോഗ്യവകുപ്പ്, വില്ലേജ് ഓഫീസർമാർ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നതിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും വേണ്ടിയുള്ള അടിയന്തര സഹായത്തിനായി വിവിധ വകുപ്പുകളുടെ കൺട്രോൾ റൂം തുറക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. NCTV പുതുക്കാട്. ചെങ്ങാലൂർ സൂര്യഗ്രാമം പാറമട റോഡിൽ മരം വീണ് വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്കുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമായിരുന്നു മരം കടപുഴകി വീണത്. റോഡിനു കുറുകെ മരം വീണതോടെ പ്രദേശത്ത് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. കനത്ത മഴയിൽ മാഞ്ഞാംകുഴി റെഗുലേറ്ററിലെയും ആറ്റപ്പള്ളി റെഗുലേറ്ററിലെയും ഷട്ടറുകളിൽ ഒഴുകിയെത്തിയ മരങ്ങൾ നീക്കം ചെയ്തു. മഴയിൽ കുറുമാലിപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തതിനെ തുടർന്നാണ് ഷട്ടറുകളിൽ മരക്കൊമ്പുകൾ വന്ന് അടിഞ്ഞത്. മരക്കൊമ്പുകൾക്കൊപ്പം ചെറിയ ചില്ലകളും കാടും പടലും ഷട്ടറിൽ അടിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു. മേഖലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തെ തുടർന്നാണ് മരങ്ങൾ നീക്കം ചെയ്തത്. ആമ്പല്ലൂർ കല്ലൂർ റോഡിലെ മരണക്കുഴികൾ വാപിളർന്നിട്ട് നാളേറെയായി. അപകടത്തിൽപ്പെടുന്നവരും അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നവരും നിരവധിയാണ്. എന്നിട്ടും മരണം നടക്കുന്നതുവരെ കാത്തിരിക്കുകയാണോ അധികാരികൾ എന്നാണ് ജനം ചോദിക്കുന്നത്. കല്ലൂർ റോഡിൽ മണലി റോഡിന് സമീപത്തുള്ള കൊലയാളി കുഴികളുടെ സമീപമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് NCTV ഇതേ വിഷയത്തിൽ വാർത്ത ചെയ്തത്. വീണ്ടും ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് NCTV ചാനലിന്റെ വാർത്തകൾ അറിയിക്കുന്നതിനുള്ള നമ്പറിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി 7, 8, 10 പേരാണ് ഇതേ വിഷയത്തിൽ ഇടപെടണം, വാർത്ത നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് NCTV ചാനലിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രേക്ഷകരോടും നമുക്ക് പറയാനുള്ളത്, നിരന്തരം നമ്മളിത് വാർത്ത കൊടുത്തിട്ടും യാതൊരു നടപടിയും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നതിന്റെ അർത്ഥം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ജനത്തിന്റെ വിഷയങ്ങളിൽ താല്പര്യമുള്ള ഒരു ഭരണകൂടമോ പ്രതിപക്ഷമോ ഇല്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് അധപതിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നാം മനസ്സിലാക്കാൻ. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും മനസ്സുമെടുത്ത് യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര ദിവസമായി ഈ കുഴി ഇവിടെ കിടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം.
ഇത്രയും നാളുകളായിട്ടും ഇവിടെ ഒന്ന് ഇടപെടാനോ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനോ ഇതുവഴി കടന്നുപോകുന്ന ജനങ്ങൾക്ക് സുരക്ഷിത യാത്രയൊരുക്കാനോ അധികാരികൾ തയ്യാറാകുന്നില്ല. ഈ വിഷയത്തിൽ അധികാരികളെ ഉണർത്താനും നടപടി ത്വരിതപ്പെടുത്താനും പ്രതിപക്ഷം ഇവിടെ ഒച്ചയനക്കുന്നില്ല. ഈ വിഷയത്തിൽ അധികാരികളെ ഉണർത്താനും നടപടി ത്വരിതപ്പെടുത്താനും ശക്തമായ ഒരു പ്രതിപക്ഷം നമ്മുടെ നാട്ടിലില്ല. സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ ശപിക്കപ്പെട്ടതായത് എന്ന് നൊമ്പരത്തോടെ ഓർത്തുകൊണ്ട് യാത്രക്കാർ ഇതുവഴി കടന്നു പോവുകയാണ്. ഈ കുഴികള് ദിനംപ്രതി ഇവിടെ അപകടങ്ങൾ നിരന്തരമായിട്ട് വർദ്ധിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സാഹചര്യത്തില് നമ്മുടെ അധികൃതർ ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അപകട മരണം സുനിശ്ചിതമായിട്ട് സംഭവിക്കും. അതിനൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഒരു ബൈക്ക് എന്ന് പറയുന്നതും അവരെ ഞങ്ങളായിട്ട് തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ ആസ്പദമാക്കി ഇത് എത്രയും പെട്ടെന്ന് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അപകടം സുനിശ്ചിതമായിട്ട് വരും. ഏറ്റവും പ്രശ്നം ബൈക്കുകാർക്കാണ്. ബൈക്കുകാർ വന്ന് വീഴുന്നത് അവർക്ക് എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തും. അബദ്ധത്തില് ഇത് ചെറിയ കുഴിയാണെന്ന് കരുതി നമ്മൾ നിർത്തിയില്ല, ചാടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഴും. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി കെട്ടി ഇടിക്കാൻ വരെ സാഹചര്യമുണ്ട്. അത് അധികൃതർ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റോഡിന്റെ ഈ ഒരു ഭാഗത്ത് ഒരല്പം താഴ്ചയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇവിടെ ഇത്രയധികം വെള്ളം കെട്ടി നിൽക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വീണ്ടും വീണ്ടും ഇവിടെ കുഴികൾ രൂപപ്പെടുന്നതും. എങ്കിലും അതിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി എന്താണ് യഥാർത്ഥത്തിൽ റോഡിന്റെ തകരാറ് എന്ന് പരിശോധിക്കുകയും മനസ്സിലാക്കുകയും അത് പരിഹരിച്ച് മനുഷ്യജീവന് സുരക്ഷിതമായി കടന്നുപോകാനുള്ള അവസരമൊരുക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിരന്തരം ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് വലിയ തകരാറുകൾ സംഭവിക്കുകയും യാത്രക്കാരുടെ ശരീരത്തിനും വലിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുകയും ചെയ്യുകയാണ്. സമാനമായ രീതിയിൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും വീഴുകയും കുഴിയിൽ ചാടി മറിയുകയും സമീപത്തുള്ള കാനയിലേക്ക് മറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. സമീപത്ത് പരിസരത്ത് നമുക്ക് പരിശോധിച്ചാൽ ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്ടുകൾ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇവിടെ വീണ് മുറിവേറ്റവരുടെ ചോര പതിഞ്ഞ ഒരു വഴിയായി ഇത് മാറിയിരിക്കുകയാണ്. ഇനിയും ഇവിടെ ചോരപ്പുഴ ഒഴുകാതിരിക്കണം, ഇനിയും ഇവിടെ ചോര വീഴാതിരിക്കണം എന്നാണ് പരിസരവാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു മരണം നടന്നാൽ മാത്രം ഇടപെടുന്ന ഒരു രീതിയിലേക്ക്, ഉണരുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നാട് ഭരിക്കുന്നവരും നാട്ടിലെ പ്രതിപക്ഷവും മാറിപ്പോയോ എന്നാണ് ഇതുവഴി കടന്നുപോകുന്ന ജനത്തിന് അധികൃതരോട് ചോദിക്കാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം കല്ലൂർ വഴിയിൽ നിന്നും ബൈജു ദേവസി, NCTV ന്യൂസ്. മുപ്ലിയം സെന്ററിലെ പൊതുമരാമത്ത് റോഡിലെ കാനയിൽ PVC പൈപ്പുകൾ ഇട്ടിരിക്കുന്നത് വെള്ളം സുഗമമായി ഒഴുകുവാൻ തടസ്സമാകുന്നതായി പരാതി. ജലജീവൻ മിഷന്റെ കണക്ഷനുമായി ബന്ധപ്പെട്ട് കാനയിൽ നിക്ഷേപിച്ച PVC പൈപ്പുകൾ കാരണമാണ് കാനയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതെന്ന് ആരോപിച്ച് മനുഷ്യാവകാശ പ്രവർത്തകനായ മുപ്ലിയം സ്വദേശി KG രവീന്ദ്രൻ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകി. മഴ സമയത്ത് കാന നിറഞ്ഞ് വെള്ളം മുഴുവനായും റോഡിലൂടെയാണ് ഒഴുകുന്നത്. ഇതുമൂലം സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിലാണെന്നും നാട്ടുകാർ പറഞ്ഞു. എത്രയും വേഗം പൈപ്പുകൾ നീക്കം ചെയ്ത് ഇവിടെ സഞ്ചാര യോഗ്യമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മുപ്ലിയം ഇഞ്ചക്കുണ്ട് കോടാലി PWD റോഡിലെ കാനയിലെ ജലമിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറേ PVC പൈപ്പുകൾ കാനയിൽ കൊണ്ടുവന്നിട്ടതിൻ്റെ ഫലമായിട്ട് അവിടെ ഭയങ്കര വെള്ളക്കെട്ടും അതുപോലെ തന്നെ വെള്ളം റോഡിലേക്ക് ഒഴുകി ജനങ്ങൾക്ക് കാൽനട പോലും അസഖ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ PWD KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എറണാകുളത്തിന് ഞാൻ പരാതി അയച്ചിട്ടുണ്ട്. സത്വര നടപടി ഈ വിഷയത്തിലെടുക്കണം, ജനങ്ങളുടെ ആശങ്ക അകറ്റണം. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയും ഉണ്ടെന്നാണ് മുന്നറിയിപ്പ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിലുള്ള മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ടെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി.
അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. കളക്ടറായിരുന്നു VR കൃഷ്ണതേജ. ഇന്റർ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. അർജുൻ പാണ്ഡ്യൻ നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമാണ്. 2017 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ അർജുൻ പാണ്ഡ്യൻ കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ, ഒറ്റപ്പാലം മാനന്തവാടി സബ് കളക്ടർ, അട്ടപ്പാടി നോഡൽ ഓഫീസർ, ഇടുക്കി ഡെവലപ്മെന്റ് കമ്മീഷണർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശബരിമല, റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ, സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറി, സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ, ഹൗസിംഗ് ബോർഡ് സെക്രട്ടറി, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദം കരസ്ഥമാക്കിയ അർജുൻ പാണ്ഡ്യൻ ഇടുക്കി ഏലപ്പാറ സ്വദേശിയാണ്. പാണ്ഡ്യൻ ഉഷാകുമാരി ദമ്പതികളുടെ മകനാണ്. ഡോക്ടർ അനുവാണ് ഭാര്യ. AITUC ലോഡിംഗ് അൺലോഡിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി P ശ്രീകുമാരൻ ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് ഷീല ജോർജ്, തയ്യൽ തൊഴിലാളി യൂണിയൻ മണ്ഡലം സെക്രട്ടറി സജിത രാജീവൻ, BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, KCEC മണ്ഡലം സെക്രട്ടറി KK അശോകൻ, ടെക്സ്റ്റൈൽ യൂണിയൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, KP വിനോദ്, PU സുജിത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കൺവീനറായി CU പ്രിയൻ, ചെയർമാനായി PK ശേഖരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. യൂണിയൻ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 4-ന് അളഗപ്പ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. അതിനാണെന്നുണ്ടെങ്കിൽ കൂലിയെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നടക്കുക. പണ്ടൊക്കെ ലേബർ ഓഫീസർ കൂലി പ്രഖ്യാപിച്ചാൽ അതങ്ങനെ നടപ്പാക്കി പോകും. കേരളത്തിൽ ആദ്യമായി തൊഴിലാളിക്ക് നിയന്ത്രണമുണ്ടാക്കി കൈത്തറക്ക് കൂലി പ്രഖ്യാപിക്കപ്പെട്ടൊരു ഒരു ജില്ലയാണ് തൃശ്ശൂർ. ഇപ്പം എന്താ സ്ഥിതി? അങ്ങനെ പ്രഖ്യാപിച്ചാൽ നേരെ ഉടമ ഹൈക്കോടതിക്ക് പോവുക, ഹൈക്കോടതി അതിന് സ്റ്റേ കൊടുക്കുക. ഇപ്പം അത്ര സംഘടിതമായ തൃശ്ശൂർ പട്ടണത്തിൽ കൂലി മുറിക്കിയിട്ട് ആവുമില്ല. ആമ്പല്ലൂരിലെ KSFDC തിയേറ്റർ സമുച്ചയം നിർമ്മാണം ഉടൻ പുനരാരംഭിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചു. നിർമ്മാണം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും പൂർത്തിയാകാത്ത നിലയിലാണ് തിയേറ്റർ. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ 63 സെന്റ് സ്ഥലത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 12 കോടി രൂപ വിനിയോഗിച്ചാണ് തിയേറ്റർ സമുച്ചയം നിർമ്മിക്കുന്നത്. ഏറെ നാളുകളായി നിർമ്മാണം നിലച്ചുപോയ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് MLA സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് കത്ത് നൽകുകയും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം തിരുവനന്തപുരത്ത് ചേരുകയും ഉണ്ടായി. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി MLA, ജനപ്രതിനിധികൾ, IFDC MD ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ, നിർമ്മാണ കമ്പനി പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെയുള്ള യോഗം ചേർന്നു. ജൂലൈ 20ഓടെ തിയേറ്റർ നിർമ്മാണം പുനരാരംഭിക്കുവാനും ജനുവരി 30-നകം തിയേറ്റർ കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. കരാർ കമ്പനി ഉന്നയിച്ച വിഷയങ്ങൾ KSFDCയുടെ ടെക്നിക്കൽ കമ്മിറ്റിക്ക് സമർപ്പിക്കുവാനും തീരുമാനിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് K രാജേശ്വരി, ജനപ്രതിനിധികളായ PK ശേഖരൻ, പ്രിൻസൻ തയ്യാലയ്ക്കൽ, ദിനിൽ പാലപ്പറമ്പിൽ, KSFDC MD G വിദ്യ, KSFDC അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ D സതീഷ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B പ്രശാന്ത്, പ്രോജക്ട് മാനേജർ MR രതീഷ്, ഇലക്ട്രിക്കൽ മെയിന്റനൻസ് എഞ്ചിനീയർ അർച്ചന P പ്രഭു, ഇലക്ട്രിക്കൽ പ്രോജക്ട് എഞ്ചിനീയർ ആനി ജാക്വിലിൻ, പ്രോജക്ട് എഞ്ചിനീയർ S സുബിൻ, കരാർ കമ്പനി പ്രതിനിധി അബ്ദുൾ റഹീം, അംജാദ് ഗഫൂർ, K വൈശാഖ്, പഞ്ചായത്ത് സെക്രട്ടറി TB സുഭാഷ് എന്നിവർ സന്നിഹിതരായി. കൊളത്തൂർ NSS കരയോഗം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം ആരംഭിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് ദുർഗമ്മ, താലൂക്ക് പ്രതിനിധി ബിന്ദു G മേനോൻ, സെക്രട്ടറി വിമല, ഗീത, ചന്ദ്രിക, ഗംഗാമണി, NSS പ്രസിഡന്റ് രമേശൻ, സെക്രട്ടറി പ്രശാന്ത്, സവിത മേനോൻ, ശോഭ ഗൗരി, കമ്മിറ്റി അംഗങ്ങളായ നന്ദകുമാർ, പ്രവീൺ, ജയപ്രകാശ് എന്നിവർ സന്നിഹിതരായി. പുതുക്കാട് നിയോജക മണ്ഡലം ജനതാദൾ എസിന്റെ നേതൃയോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പാലത്തെങ്കിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് സെന്ററിൽ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ
ഉടൻ മേൽപ്പാലം പണി കഴിപ്പിക്കണമെന്ന് നേതൃയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാഘവൻ മുളങ്ങാടൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി, യുവജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത്, കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി, രഘു തണ്ടാശ്ശേരി, NR ബേബി, പി പ്രസാദ്, കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ വടംവലി അസോസിയേഷൻ നടത്തിയ ജില്ലാതല സ്കൂൾ വടംവലി മത്സരത്തിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കി വേലൂപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അണ്ടർ 15, അണ്ടർ 17, അണ്ടർ 19 തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഒറ്റയടിക്ക് 720 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 55,000-ലേക്ക് എത്തി. ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 6,875 രൂപയുമായി. ചൊവ്വാഴ്ച 280 രൂപ വർദ്ധിച്ചിരുന്നു. ഇതോടെ 2 ദിവസം കൊണ്ട് പവന് കൂടിയത് 1000 രൂപയാണ്. നടൻ ആസിഫ് അലിയുടെ ചിരി പരസ്യമാക്കി പോലീസ് കൌൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക്. കൌൺസിലിംഗ് ഹെൽപ്പ് ഡെസ്കായ ചിരിയുടെ പരസ്യത്തിലാണ് ആസിഫ് അലിയുടെ ഫോട്ടോ ഉപയോഗിച്ചത്. പോലീസിന്റെ മീഡിയ സെന്ററാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. നേരിടാം ചിരിയോടെ എന്ന പേരിലാണ് ആസിഫ് അലിയുടെ ചിത്രം ചേർത്തത്. 9497900200 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറും നൽകിയിട്ടുണ്ട്. ചിരിയിലേക്ക് വിളിക്കാം, ചിരിക്കാം എന്നും ഒപ്പം ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ച ആസിഫ് അലിയുടെ ചിരിയാണ് സോഷ്യൽ മീഡിയയിലെങ്ങും നിറഞ്ഞു നിന്നത്. സിനിമ, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ആസിഫിനൊപ്പമുള്ള ചിത്രവും പങ്കിട്ട് പിന്തുണയുമായി എത്തി. MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറക്കിയ വേദിയിലാണ് സംഭവം. MTയുടെ ജന്മദിനമായ ജൂലൈ 15 കൊച്ചിയിലാണ് ട്രെയിലർ ലോഞ്ച് നടന്നത്. ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീതം നൽകിയത് രമേശ് നാരായണൻ ആയിരുന്നു. അദ്ദേഹത്തിന് ചടങ്ങിൽ പുരസ്കാരം നൽകുന്നതിന് നടൻ ആസിഫ് അലിയെ ആണ് ക്ഷണിച്ചത്. എന്നാൽ ആസിഫിൻ്റെ മുഖത്ത് പോലും നോക്കാതെ സംവിധായകൻ ജയരാജിനെ വിളിച്ച് ആ പുരസ്കാരം ജയരാജിൻ്റെ കയ്യിൽ നൽകിയാണ് രമേശ് നാരായണൻ ഏറ്റുവാങ്ങിയത്. NCTV പുതുക്കാട്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതസേനയിലേക്ക് പുതുതായി ആളുകളെ നിയമിക്കുന്നു. മറ്റു പഞ്ചായത്തുകളിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എഴുത്തും വായനയും ഡ്രൈവിംഗും അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഈ മാസം 26 വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ 7902315646 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6875 രൂപയും പവന് 55,000 രൂപയും രേഖപ്പെടുത്തി. അളഗപ്പനഗർ പറമ്പേൻ അയ്യപ്പൻകുട്ടി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ദേവകിയാണ് ഭാര്യ. സന്തോഷ്, സലജ, സിന്ധു എന്നിവർ മക്കളും സജിത, സുനിൽ, ജയൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ദുരിതപ്പെയ്ത്തിൽ വ്യാപക നാശനഷ്ടം. കനത്ത മഴയെ തുടർന്ന് പറപ്പൂക്കര പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറി. മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലും നാശനഷ്ടങ്ങൾ. ചെങ്ങാലൂരിൽ റോഡിലേക്ക് മരം വീണു. ആമ്പല്ലൂർ കല്ലൂർ റോഡിലെ മരണക്കുഴികൾ പിളർന്നിട്ട് നാളേറെയായി. അപകടത്തിൽപ്പെടുന്നവരും അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നവരും നിരവധി. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഒറ്റയടിക്ക് 720 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 55,000-ലേക്ക് എത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.